ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മുട്ട ബജ്ജിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കടലമാവില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും മുട്ട ബജ്ജി ഉണ്ടാക്കാതിരിക്കേണ്ട. അപ്പോൾ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നത് കടലമാവല്ല, ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു ബാറ്ററാണല്ലോ നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 2 തവിയോളം വീറ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കടലമാവിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ കടലമാവ് തന്നെ വേണമെന്ന് ഇല്ല, നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് അങ്ങ് ലൂസാക്കാതെ ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം കട്ട കാണണ്ട, ഒന്ന് ലൂസായിട്ട് എന്നാൽ അതിൻ്റെ കട്ടയിലൊന്ന് ഉടച്ച് ഒരു തിക്ക് പരുവത്തിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ഗോതമ്പ് പൊടി എടുക്കണമെന്നില്ല. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കോൺഫ്ലവറിൻ്റെ പൗഡറും അതുപോലെ തന്നെ നമ്മുടെ റവയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, മിക്സ് ചെയ്തിട്ട്. അപ്പം ഇത് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ കട്ടകളെല്ലാം ഉടച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ ഓൾറെഡി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, 3 മുട്ടയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി പൊളിച്ചിട്ട് നമുക്ക് എടുത്തിട്ട് നടുവേ കീറി, അതായത് 2ആയിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് നടുവേ കീറി എടുക്കാം. എന്നിട്ട് ഈ മുട്ട നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഇതിനകത്തിട്ട് ഇളക്കാതെ ഇങ്ങനെ ഓരോന്ന് നേരെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ ഈ മുക്കി പൊക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് ചിലപ്പോൾ ഇതിനകത്തൊന്ന് ഉണ്ണി, അതായത് യെല്ലോ അങ്ങ് പോകും, പൊടിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്കിതുപോലെ കണ്ടോ സ്പൂണും കൊണ്ട് എന്നിട്ട് അങ്ങനെ കോരി നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ അതാകുമ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഈ ബാറ്റർ എല്ലായിടത്തും പറ്റുകയും ചെയ്യും, നമ്മുടെ ഉണ്ണി വിട്ടു പോത്തുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ എല്ലാം കൂടി ഇട്ട് കുഴയ്ക്കേണ്ട, നമുക്ക് ഓരോന്ന് ഇട്ട് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ പാനിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ മാത്രം ഈ സ്പൂണും കൊണ്ട് തന്നെ ഇത് കണ്ടില്ല ഇതുപോലെ കോരി അതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ മാവ് അതിൽ നിന്ന് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കാരണം മുട്ട മാത്രമേ വെന്തിട്ടുള്ളൂ, മാവ് നമുക്ക് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അങ്ങനെ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റൊക്കെ നല്ലപോലെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേന് ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് കടലമാവ് തന്നെ വേണം, അയ്യോ കടലമാവ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഒരു സൈഡ് നല്ലപോലെ മൂത്ത് സെറ്റായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു ട്രിപ്പും കൂടി ഇടണം. നമ്മൾ 3 മുട്ടയാണല്ലോ ഇട്ടത്. അപ്പോൾ നടുവേ കീറിയെടുത്ത് നമുക്ക് 6 പീസായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഏകദേശം അതിന് കറക്റ്റ് ബാറ്ററുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നല്ലപോലെ ഇത് ബാക്കിയോടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവേ. അങ്ങനെ നമ്മുടെ മുട്ട ബജ്ജി എല്ലാം നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബജ്ജിയായിരുന്നു. അപ്പോൾ കടലമാവ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇനി ആരും ഉണ്ടാക്കാതിരിക്കേണ്ട, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ ബൈ.